എല്ലാ പ്രസ് മെമ്പേഴ്സിനും സ്വാഗതം മീറ്റിംഗിലേക്ക്. I was so upset and depressed when I heard about this news. I was in Trivandrum. We had a small function in Trivandrum. I think you people know about it. It is very unfortunate, very, very unfortunate. You know, I think most of you people, you know how we take care of our people, how they are comfort in our company in Kuwait, because we want our people to be our family, and we used to take care of them like a family. When we lost our family members of 49, 50 people, I couldn't bear it. They were all my brothers, children, most of them. And we have around 25,000 people we had before. But now still we have, I think, around 10,000 people in Kuwait. What we can do, this was happened not, we believe, not because of our mistake, but still we will take the responsibility. We cannot say that it is not our responsibility. They were living, working with us. They built the company. They are our family. And we are not cooking and it is no explosion. If it is like that, there must be, must be in the report. The report I saw that is saying it is happened because of a short circuit. And the entire people in the building were your employees? No, I have more than 6,000. No, In this building? Yes. What is that? The persons in the building were your employees? Our employees only. We don't allow anybody to come in. No. This is only our employees. They are living free there. They have free food, free accommodation, free transportation. When they come back to India, by our ticket, we don't, there is a law in the country, we will fully abide. Even in the law, ആ ബിൽഡിങ്ങിൽ അവിടെ കിച്ചണിൽ only we cook our freezer, chilled, keeping the food and this and that. In kitchen separate. This is the main kitchen. അത് നമ്മൾ അങ്ങനെ അറിയില്ല, നമുക്കറിയത്തില്ല. അതിപ്പോ ഇൻവെസ്റ്റിഗേഷൻ. സെക്യൂരിറ്റിയുടെ മുറിയിൽ നിന്നാണ് ഇത് വരുന്നത്. അതിപ്പോ എങ്ങനെ സംഭവിച്ചെന്ന് നമുക്കറിയത്തില്ല. കെട്ടിട ഉടമയുടെ ഇറഗുലാരിറ്റീസിനെ കുറിച്ച് കുവൈറ്റ് സർക്കാർ പറയുന്നുണ്ടായിരുന്നു. അത് അവരുടെ ഭാഗത്ത് അത്യാഗ്രഹം ഉണ്ടായി എന്നുള്ള രീതിയിലൊക്കെ. എങ്ങനെ കെട്ടിട ഉടമയുടെ ഭാഗത്ത് നിന്ന് തെറ്റായ നടപടി ഉണ്ടായത് ഒന്നും ഉണ്ടായിട്ടില്ല. ചുമ്മാവാറ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അവർ പറഞ്ഞ അനുസരിച്ച് കേട്ടാ ഓരോ മുറിയിലും 8 പേരും 10 പേരും താമസിക്കുന്നു. ദേ ആർ ഗ്രീഡി. നെവർ. അവരുടെ ഡീറ്റെയിൽ എടുക്കുന്നതിന് നമ്മളൊരു ആപ്ലിക്കേഷൻ ഇത് കൊടുക്കും. അവരുടെ ഡീറ്റെയിൽ നമുക്ക് വേണം. ആരൊക്കെയുണ്ട്, ഹസ്ബൻഡ് മരിച്ച ആളിൻ്റെ ഭാര്യ, കുഞ്ഞുങ്ങളെ, അപ്പനെ, അമ്മ. അപ്പം ഈ ഇതിൽ നമുക്ക് ഡീറ്റെയിൽ ഇട്ടിട്ട് ഇവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് വൈഫ് ആൻഡ് ചിൽഡ്രനാണ്. ചെറിയ പെർസെൻറ്റേജ് ഫാദറിനും കിട്ടും. അതെല്ലാം എംബസിയുമായിട്ട് നമ്മൾ ഡീൽ ചെയ്തിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ കൊടുക്കാനൊക്കത്തുള്ളൂ. പക്ഷേ വി ആർ സ്റ്റാർട്ടഡ് ദി വർക്ക്. 8 ലക്ഷം രൂപ, അത് 8 ലക്ഷം രൂപ അത് കൊടുക്കും. പിന്നെ ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ ആഗ്രഹം ഒരു 4-5 ദിവസം അങ്ങനെ. പിന്നെ ഇവരുടെ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. ഇവരെല്ലാവരും ലൈഫ് ഇൻഷുറൻസ് ദേ വിൽ ഗെറ്റ്. നോർമൽ ഡെത്ത് ആണെങ്കിൽ ദേ വിൽ ഗെറ്റ് 2 years സാലറി.
ഇതുപോലെ ആക്സിഡൻ്റ് ആണെങ്കിൽ ദേ വിൽ ഗെറ്റ് 4 years സാലറി. ഓക്കെ, അത് നമ്മൾ ഇപ്പോഴല്ല, ഒരു 10-15 വർഷമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ നമുക്കൊരു 100 പേര് കൂടുതൽ എങ്ങനെ കിട്ടിയിട്ടുണ്ട്. അവർക്ക് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുന്ന ഉടൻ തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ ഉടൻ തന്നെ അവരുടെ ബോഡി വിതിൻ 3 days നമ്മൾ നാട്ടിലെത്തിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ കമ്പനിയുടെ പോളിസി. അതെല്ലാവരും അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് അന്ന് പോകുമ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ ഒരാളിനെ കൂടി വിടും. ഞങ്ങൾ 25,000 rupees അവർക്ക് കൊടുക്കും. പിന്നെ ബാക്കിയുള്ളത് അവരുടെ ലീഗൽ ഹയേഴ്സിൻ്റെ പേരും കാര്യങ്ങളും അതൊക്കെ നോക്കിയിട്ട് അത് കോംപ്ലിക്കേറ്റഡ് ഒന്നും ഇല്ലാത്താണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അയച്ചു കൊടുക്കും. അത് ഇൻഷുറൻസിൻ്റെ പൈസ. പിന്നെ ഇവരുടെ ഇൻഡെമിനിറ്റി, പിന്നെ അവരുടെ ഡ്യൂസ്, എന്തെങ്കിലും സാലറി ബാക്സ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്ത് അതിനോടുകൂടെ അതും പോകത്തുള്ളൂ. ആ ഇൻഡെമിനിറ്റിയും ഇതും അതെല്ലാം ഒന്നയച്ചിട്ട് അയച്ചു കൊടുക്കും. അതിന് അവരവിടുന്ന് അവരുടെ ലീഗൽ ഹയേഴ്സിൻ്റെ പേരും കാര്യങ്ങളും അവിടുന്ന് സർട്ടിഫൈ ചെയ്ത് അത് അയച്ചു തരണം. പിന്നെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകരുത്.